പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുന്തിരി ഹൽവയുടെ റെസിപ്പിയാണ്. നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് പച്ച മുന്തിരി വെച്ചിട്ടാണ്. അപ്പോൾ അതിനായിട്ട് 1 കിലോ അളവിൽ പച്ച മുന്തിരി എടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് അങ്ങ് പുളിയില്ലാത്ത അത്യാവശ്യം മധുരമുള്ള മുന്തിരിയാട്ടോ എടുത്തേക്കുന്നത്. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് അളവിലാട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതാ ഈ ഒരു രീതിയിൽ തന്നെ കിട്ടണം. പ്രത്യേകിച്ച് ഈ ഒരു പച്ചമുന്തിരിയിൽ ഒരുപാട് വെള്ളം ഉള്ളത് കൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇനി ഇത് ഒരു അരിപ്പ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇത് കുറച്ചൊക്കെ അരിഞ്ഞ് കിട്ടാനുണ്ടെങ്കിൽ ഒന്നുകൂടെ മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി. നമ്മൾ അരിച്ചെടുത്ത ആ ഒരു മുന്തിരി ജ്യൂസിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 250 ഗ്രാം അളവിലാട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലോർ ആണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 ടേബിൾ സ്പൂൺ അളവിലാട്ടോ കോൺഫ്ലോർ എടുത്തേക്കുന്നത്. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ വേണം ഇത് മിക്സ് ആക്കി എടുക്കാനായിട്ട്. ഈ ഒരു കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് മൈദ വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ്. മൈദ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കരുത്. അല്പം വെള്ളത്തിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനിയും ഇതിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഡ്രോപ്സ് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കേക്കിലൊക്കെ എടുക്കുന്ന ആ ഒരു ഫുഡ് കളറാട്ടോ എടുത്തേക്കുന്നത്. ജെൽ കളറാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ജെൽ കളർ യൂസ് ചെയ്തേക്കുന്നതുകൊണ്ടാട്ടോ ഇത്രയ്ക്കങ്ങ് കളർ കിട്ടിയേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ഒരു ഹൽവയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ നോൺ സ്റ്റിക്ക് പാൻ എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അതാകുമ്പം അടിക്ക് പിടിച്ച് പോകുമൊന്നുമില്ല. നമുക്ക് ഇത് മിക്സ് ആക്കാനും വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ഉള്ളിലെ ആ ഒരു വെള്ളമൊക്കെ വറ്റി ഒന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഇങ്ങനെ മിക്സ് ആക്കി എടുക്കാനായിട്ട്. നമ്മൾ സാധാരണ ഹൽവയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ തന്നെയുള്ളൂ. ഇതുപോലെ മിക്സ് ആക്കി കൊടുത്താൽ മാത്രം മതി. ഇതിപ്പം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയം മുതൽ നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യാട്ടോ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. നെയ്യൂടെ ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇത് കുറുകി വരുന്ന അനുസരിച്ച് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. ഞാനിപ്പോൾ മൊത്തത്തിൽ ഒരു 8 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നെയ്യുടെയൊക്കെ ഒരു ഫ്ലേവർ ഒക്കെ ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് എടുക്കണമെങ്കിൽ അങ്ങനെയാകാം. നമ്മളിത് സെറ്റ് ചെയ്ത് എടുക്കുന്ന സമയത്ത് ഒരുപാട് കട്ടി ഉണ്ടാകത്തില്ല. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ആ ഒരു രീതിക്ക് കിട്ടുള്ളൂ. കുറച്ചും കൂടെ കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കുറുക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഈ ഒരു പരുവത്തിലാട്ടോ എടുത്തേക്കുന്നത്. ഇതാകുമ്പം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ട്രേയിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. നമ്മൾ ഈ ഒരു ഹൽവ സെറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു ട്രേയിലേക്ക് അല്പം നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കാഷ്യൂ നട്ട്സ് സ്പ്ലിറ്റ് ചെയ്താട്ടോ വെച്ച് കൊടുത്തേക്കുന്നത്. ചൂടോടുകൂടി തന്നെ ഈ ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നാൽ ഇത് നന്നായിട്ട് സെറ്റായി കിട്ടുള്ളൂ. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് സെറ്റാകാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. ഏകദേശം ഒരു 4-5 മണിക്കൂർ നേരം വേണം ഇതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതാ നമ്മുടെ ഹൽവ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതാ നമ്മുടെ ഹൽവ വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നമ്മൾ ഇതിലേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മധുരം ചേർത്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ ചെറിയൊരു പുളിപ്പ് രസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിപ്പം കറക്റ്റ് ആട്ടോ മധുരമൊക്കെ പാകത്തിന് തന്നെ ഇതിപ്പം കിട്ടിയേക്കുന്നത്. ഇപ്പം മുന്തിരിയുടെ സീസണൊക്കെ അല്ലേ. ഇതുപോലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാകും. നമ്മൾ സാധാരണ ഉണ്ടാക്കി കഴിക്കുന്നതിനെക്കാട്ടിലും വളരെ വ്യത്യാസമായിട്ടുള്ളൊരു ഹൽവയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ലൊരു ടേസ്റ്റ് ആട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. ഇന്നത്തെ നമ്മുടെ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോകരുത്. അടുത്ത ഒരു വീഡിയോയിൽ കാണാം. താങ്ക്